24 വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, വളരെ ആഴമേറിയ വാക്കുകളാണ് ഇതൊക്കെ. നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും, സകല മനുഷ്യരും പാപം സംബന്ധിച്ച് മരിക്കേണ്ടവർ ആയിരുന്നു. എന്തുകൊണ്ടാണ്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്താണ് മരണം? എങ്ങനെയാണ് മരണം ഈ ലോകത്തിൽ വന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് ഇറങ്ങി. എന്താണ് ഏകമനുഷ്യൻ? ഏകമനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട ആദമും ഹവ്വയും. ആ പാപമുഖാന്തരം അവരിൽ നിന്ന് ജനിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. ഒരു സർപ്പത്തിന്റെ കുഞ്ഞ് ഒരിക്കലും വിഷമില്ലാത്തവയായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. സർപ്പത്തിൽ നിന്ന് ജനിക്കുന്നത് സർവവും വിഷമുള്ളതാണ്. പാപത്തിൽ നിന്ന് ജനിക്കുന്നത് സകലരും പാപികളാണ്. നാം പാപം സംബന്ധിച്ച് മരിക്കേണ്ടവരാണ്. നമ്മൾ അതിന് അർഹതയുള്ളവരാണ്. ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും. അവൻ തിന്നു. അവന്റെ നെറ്റിയിൽ അന്നേരം എഴുതി, ഇവൻ മരണയോഗ്യൻ. ആരാ മരണയോഗ്യൻ? നാം ഓരോരുത്തരും മരണയോഗ്യൻ. നാം പാപം സംബന്ധിച്ച് മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്തപ്പോൾ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ ആർ മരണയോഗ്യനായി? കർത്താവായ